ഹായ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഫലാഫിൽ എന്ന ഫുഡ് ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന വിധമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടും താമിയ തയ്യാറാക്കാൻ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: വെള്ളക്കടല വെള്ളത്തിലിട്ട് പുതർത്തിയത്, ഫാർസി ലീഫ്, മല്ലിച്ചപ്പ്, കുരുമുളക്, ചെറുജീരകം പൊടിച്ചത്, വെളുത്തുള്ളിയുടെ 2-3 അല്ലി, ഒരു മുട്ട. ഇത്രയും സാധനമാണ് നമുക്ക് താമിയ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മുട്ട മാത്രം മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ച മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ടയിൽ നിന്നും 3 ടീസ്പൂൺ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരു 3 ടീസ്പൂൺ മുട്ട വാരുണ്ട്. ഇനി നല്ലവണ്ണം മിക്സാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. താമിയ പൊരിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. താമിയ പൊരിക്കാനും വേണ്ടി ചട്ടി ഒന്ന് തീ പിടിച്ചിട്ട് എണ്ണ, സൺഫ്ലവറിലാണ് ഞാൻ പൊരിച്ചെടുക്കണത്. സൺഫ്ലവർ എണ്ണ ഒഴിച്ചാണ്ട് പൊരിച്ചെടുക്കണം. സൺഫ്ലവറാണ് ഒഴിക്കണേ. ഇനി എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ ഇപ്പോൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ ഈ മാവിട്ട് പൊരിച്ചെടുക്കണം. ഏത് ഷേപ്പിലൂടെ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഒക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി റെഡിയാക്കിയിട്ട് ഒന്ന് മറിച്ച് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവട്ടെ. ഈ പച്ച നിറമാണ് പോയിട്ട് ഒരു ചുവപ്പ് നിറമായിട്ട് നമുക്ക് വല്ല കോരി എടുക്കാം. ഉള്ളൊന്ന് വല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലാകുമ്പോഴാണ് വല്ല വേവുള്ളൂ. സ്ലിമ്മിൽ ഇട്ട് കൊടുത്താൽ വേവുള്ളൂ. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് നിറം വരുള്ളൂ. എപ്പോഴും ഉള്ളു വേവണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടെടുത്ത് വേവിച്ചെടുക്കാം. പെട്ടെന്നാവും. ഇപ്പോൾ അത് നല്ലവണ്ണം നെരിഞ്ഞ് ചുവപ്പ് നിറമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ചുവപ്പ് നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വല്ലാതെ കോരി എടുത്ത് വെക്കണം, മാറ്റി വെക്കണം. നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ചുവപ്പ് നിറമായിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ഫലാഫിൽ റോളിലേക്ക്
കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട്. അതിൽ കക്കേരി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. കക്കേരിയാണ്. കക്കേരി നടു ഇങ്ങനെ ചീന്തിയാണ്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടോ. അധികം ആവശ്യമായിട്ടാണ്. കക്കേരി ഒന്ന് അരിഞ്ഞ് തയ്യാറാക്കിക്കണം. കക്കേരി റെഡിയാണ്. ഇനി നമുക്ക് കസ്സാണ് വേണ്ടത്. കസ്സിൻ്റെ ഇലയാണ് ഇത്. കസ്സൊന്ന് കേക്ക് എടുക്കണം. കസ്സൊന്ന് കേൾക്കുമ്പോൾ പറഞ്ഞാൽ ഇലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് കൈയ്യാണ്ട് എടുക്കണം. നല്ലവണ്ണം കൈ എടുത്തിട്ട് നമുക്ക് അരി കേട്ടോ. കസ്സൊന്ന് കൈ എടുക്കട്ടെ കേട്ടോ. കസ്സ് കഴുകിന് ഇനി കസ്സ് ഒന്ന് അരിഞ്ഞെടുക്കണം. കസ്സിൻ്റെ ഇല ഒന്ന് അരിഞ്ഞ് നമുക്ക് എടുക്കണം കേട്ടോ. കസ്സ് ഇതിലേക്ക് ആവശ്യമാണ്. അതിൻ്റെ ടേസ്റ്റിന് കസ്സ് ആവശ്യമാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് ആവശ്യമാണ് പൊരിച്ചെടുക്കാൻ. നീളത്ത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊരിച്ചൊന്ന് ഉഷാറാക്കി എടുത്തിട്ട് അത് അതും കൂടെയൊക്കെ ചേർക്കാനുള്ളതാണ്. അത് ഇട്ടണേ ഒന്നായി കിട്ടിയാൽ മതി. ഉരുളക്കിഴങ്ങ് പെട്ടെന്നാവും. ഉരുളക്കിഴങ്ങല്ലേ പെട്ടെന്ന് ആയി കിട്ടും. ഒന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് ഫലാഫിൽ തയ്യാറാക്കാം. ഇത് നല്ലവണ്ണം ഇതിൻ്റെ വേവൊക്കെ റെഡിയാണ്. നമ്മളെ കിഴങ്ങ് നല്ല ഉഷാറായി വന്നിന്. ഇനി അപ്പോൾ നമുക്കൊന്ന് കോരി എടുത്തൊന്ന് മാറ്റി വെക്കണം. എണ്ണയൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഫലാഫിലേക്ക് ആവശ്യമായ താമിയ, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, മറ്റു സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുബൂസ് സോസ് അതും റെഡിയാണ്. ടൊമാറ്റോ സോസ് ഒക്കെ റെഡിയാക്കിയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കണം. കുബൂസ് ചൂടാക്കാൻ വേണ്ടി ഒന്ന് ഗ്യാസ് കാട്ടി ചൂടാവും കേട്ടോ. ഗ്യാസ് ഒന്ന് ഓണാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കുബൂസ് ചൂടായിട്ടുണ്ട്. കുബൂസ് ഒന്ന് ചൂടാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് റോളാക്കി മാറ്റണം. കുബൂസ് ഒന്നും കൂടി ചൂടാക്കിയാൽ നമുക്കൊന്ന് അടുത്ത പരിപാടി റോളാക്കി എടുക്കണേ കാണിച്ചു തരാം. കുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കരിഞ്ഞു. അത് പ്രശ്നമാക്കണ്ട. ഒന്ന് അങ്ങോട്ട് മാറിയതാണ്. ഒന്ന് ചൂടാക്കി എടുത്താൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എല്ലാ സാധനങ്ങളും ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ റോൾ ചെയ്തെടുക്കാൻ നോക്കാം. ഇത് ഒന്ന് റോളാക്കി എടുക്കണമല്ലോ. ഫലാഫിൻ്റെ ഷേപ്പ് റോളാണല്ലോ. റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ നോക്കാം. റോൾ ചെയ്യാൻ കുബൂസ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് മയോണൈസാണ്. ഇത് മയോണൈസ് ഒന്ന് പറ്റി കൊടുക്കട്ടെ. മയോണൈസ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. മയോണൈസ് ഒന്ന് രണ്ടിടത്തും തേച്ച് കൊടുത്തിട്ട് ഒന്ന് കുബൂസ് മേലെ തേച്ച് കൊടുക്കുക. കക്കേരി ഒന്ന് നമ്മൾ ഇടുന്നതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇടണം കേട്ടോ. നമ്മൾ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷേപ്പിനനുസരിച്ച് ഇടുക. ഒന്ന് നീളത്തിൽ വെച്ച് കൊടുക്കുക.
അതിനർത്ഥം കക്കേരി വെച്ചെടുക്കുക. ഇനി നമുക്ക് കസ്സാണ് വേണ്ടത്. കുറച്ച് കസ്സിൻ്റെ അലി കസ്സാണ് വേണ്ടത്. കസ്സിൻ്റെ അലിയാണ്. കസ്സിൻ്റെ അലി ഒന്ന് ഇട്ടെടുക്കുക. ഇനി നമുക്ക് ബത്താറ്റീസാണ്. ബത്താറ്റീസ് പൊരിച്ച് വെച്ചാണ്. അതൊന്നിങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുക. ബത്താറ്റീസ് 1 2 3 വെച്ചെടുക്കുക. പൊരിച്ചത് വെച്ചെടുക്കുക. ഇത് സൗദിൻ്റെ ടേസ്റ്റ് ആക്കാറ് കേട്ടോ. സൗദി അറേബ്യയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇനിയാണ് ഇതിൻ്റെ ഫലാഫിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ താമിയ എടുത്തതിൻ്റെ ശേഷം താമിയ ഒന്ന് പൊട്ടിച്ചാണ്ട് ഉണ്ടോ ഒന്നിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. 2 ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. 1 2 ഇട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ കിട്ടുന്ന 20 രൂപ 25 രൂപയാണ്. 25 രൂപയ്ക്ക് 1 ഇട്ട് ഇടുള്ളൂ. നമുക്ക് 2 ഇട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റിനല്ലേ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കാം. താമിയ അങ്ങനെ പൊട്ടിച്ചാണ്ട് കണ്ടോ. ഉള്ളു നല്ല സോഫ്റ്റാണ് കണ്ടോ. ഉള്ളു ഭയങ്കര സോഫ്റ്റാണ്. ആ മുട്ടിട്ട് വെച്ച് ചെയ്തുകൊണ്ടാണ്. പുറത്തെല്ലാം ഹാർഡാണെങ്കിലും ഉള്ളു നല്ല സോഫ്റ്റ് കാരണം മുരിച്ച് നല്ല മുരിച്ചിലാണിത്. ഇനി നമുക്ക് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഞാൻ ഉണ്ടാക്കി വീട്ടിൽ കുറച്ചുള്ളത് ഇനി അത് എടുത്തിട്ടുള്ളൂ. ഉണ്ടാക്കി വെച്ച് ഇനി ടൊമാറ്റോ സോസ് ഒന്നിങ്ങനെയാണ്. ടൊമാറ്റോ സോസ് ഒന്നിങ്ങനെ നീളത്തിലൊന്ന് ആക്കി ടൊമാറ്റോ സോസ് മയോനൈസ് ഒന്നും കൂടി കുറച്ചും പാടെ ഒന്നിങ്ങനെ ഒന്ന് ആഡ് ചെയ്തെടുക്കുക. താമിയും ബത്താത്തീസൊക്കെ ഇട്ടാണ്ടൊക്കെ റെഡിയാണ്. ഇപ്പോൾ എല്ലാ സാധനത്തേക്ക് സെറ്റാക്കി. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവും ഇതിൻ്റെ ഈ പേപ്പറിൻ്റെ നേരെ കുറച്ച് തമ്പത്ത് വെക്കണം. തമ്പത്ത് വെച്ചിട്ട് പേപ്പറും കൂട്ടി ഒന്ന് മടക്കുക. സാധനം കൂടുതലാണ്ട് വലിയ റോളേക്കാരം ഒന്ന് മടക്കിയെടുക്കുക. മറ്റേ പേപ്പർ ഉള്ളിൽ കൊടുക്കുമ്പോൾ കഴിക്കുമ്പോഴും പേപ്പറും കൂട്ടി കഴിക്കേണ്ടി വരും. എന്നിട്ട് വല്ല റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ആകും. മറ്റേ നമുക്ക് ചുരുക്കി വെച്ചാൽ മതി. നമുക്ക് കഴിക്കുന്നവർക്ക് സുഖത്തിനാണ്. ഫലാഫീൻ്റെ റോൾ ഇപ്പോൾ റെഡി ആയി കണ്ടോ. ഇപ്പോൾ കടയിൽ ഇത് 25 രൂപയ്ക്കാണ്. നല്ല അടിപൊളി റോളാണ്. ഭയങ്കര ടേസ്റ്റാണ്. 25 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ് ഫലാഫീൽ. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് അടിപൊളി ഒരു ലൈമൂണ്, വീട്ടിലെ ലൈമുണ്ട്, അത് പറിച്ചാൽ ലൈമുണ്ട് ഒരു ജ്യൂസും കഴിക്കാൻ ലൈമണും ഫലാഫീൽ അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും.
നമ്മുടെ ഫലാഫിയിലും ലൈമണും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഞങ്ങൾ നമ്മളെ ചക്കക്കുട്ടികളെ കഴിച്ചോളൂ അല്ലേ? ഒന്ന് കഴിച്ചു നോക്കുന്ന കഴിച്ചേക്കണേ. അയ്യോ നടത്തരാ തിരക്കില്ല മക്കളെ. വലിയ കടിയാണ് കടിച്ചാൽ മതി. ഞാൻ കടിച്ചു നോക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.